അവിടെ ബ്രോ കണ്ടത് പെട്ടെന്ന് ഇവിടുന്ന് ബ്രോ കറക്റ്റ് നമ്മളെ കണ്ടത് ഇവിടുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നിട്ട് ഒരു ഭയങ്കര ഹൈറ്റുള്ള രൂപം, ഒരു പക്ക ഇരുണ്ട ബ്ലാക്ക് കളറിലെ പക്ക ഒരു ഹൈറ്റ്. ഇവിടെ ആൾറെഡി ഫുൾ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമറ നേരെ പിടിക്കുന്നു. ആ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറുത്ത കളറ് എന്നെ വരവിൽ തന്നെ അത് കാണാതെ ഉണ്ട് കേട്ടോ. ആരോ വെച്ചെടുക്കുന്നില്ലേ ഒരു മെയിൽ വോയിസ്? എക്കോ അടിക്കുന്നു ബ്രോ സൗണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. എന്തോടാ അവിടെ ഒന്ന് കണ്ടാ അതെ സെയിം സാധനം. ദൈവമേ ബ്രോ എന്തോ ബ്രോ അത്. ഓ മൈ ഗോഡ്. അവിടെ തന്നെ നിൽക്കണം ബ്രോ. വേണ്ട ബ്രോ. ബ്രോ പോവാ ബ്രോ. ബ്രോ ബ്രോ വേണ്ട ബ്രോ. ബ്രോ പറയണേക്ക് ബ്രോ. കൂട്ടിയേക്കാണല്ലോ. അതെന്തിരിപ്പുണ്ട് പ്രകാത്ത് ഇപ്പം. എന്റെ ദൈവമേ, ആത്മാവാണ് അല്ലെങ്കിൽ പ്രേതമാണ് മരിച്ചു പോയത് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയാൻ പറ്റുമോ? യെസ് എന്ന് കേട്ടെ. നേരത്തെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി നടന്നു പോയപ്പോഴത്തേക്ക് എൻ്റെ കോളറി പിടിച്ച് വലിച്ചെന്നെ നിലത്തിട്ടായിരുന്നു. അത് ഈ കരീം എന്ന് പറഞ്ഞ നിങ്ങളാണോ? ഓണമായിരുന്നു. വണ്ടിയാണോ അവിടെ നിപ്പുണ്ടോ? അവിടെ എന്തോ കാണിക്കോടെ നജീബേ. വണ്ടി 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 ഇട് വണ്ടി ഇട് വണ്ടി ഇട നീ വണ്ടി ഇട് വണ്ടി ഇട് ഇവിടെ വണ്ടി ഇറ നീ. ഞാൻ നിനക്ക് സംഭവം കാണിച്ചു തരാം വിട്ടോ. നിങ്ങളൊരു സാധനം കാണിച്ചാലേ ഇപ്പം. ഓ മൈ ഗോഡ്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് സാധനം നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഷാഡോ. ഇത് വന്നിട്ട് നജീബ്. ഇത് നജീബാ. പക്ഷേ ഈ സാധനം കണ്ടോ ഒരു കറുത്ത കളറുള്ള സാധനം ഇപ്പം ഇവിടെ. നജീബ് എങ്ങാണ് ഇത് അറിയുമായിരുന്നെങ്കിൽ അവൻ ഇപ്പം എടുത്ത് ചാടും ആ പുഞ്ചയിലോട്ട്. എന്നാ പിന്നെ തുടങ്ങാം. അവിടെ ബ്രോ കണ്ടത് പെട്ടെന്ന് ഇവിടെ ആയിട്ട് ഇവിടെ കണ്ടത്. ഇവിടെ ആയിട്ട് ഇവിടെ കണ്ടത്. ഇവിടെ എൻ്റെ ദൈവമേ, അതെന്തോ രൂപമാണ് കണ്ടത്. അപ്പോൾ അത് ആ ക്യാമറ ആയിട്ട് കിട്ടുന്നത് ഇവിടുന്ന് ബ്രോ കറക്റ്റ് നമ്മളെ കണ്ടത്. ഇവിടുന്ന് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ദൈവം വണ്ടി പാർക്ക് ചെയ്യുന്ന സമയം കൊണ്ട് എൻ്റെ കറക്റ്റ് ഇവിടെ കണ്ടോ നമ്മള്. എൻ്റെ ഫോക്കസ് ആവുന്നുണ്ടോ? ഫോക്കസ് ആവുന്നില്ല. ആ ഓക്കെ ബൈ. കറക്റ്റ് ഇവിടെ ബ്രോ നമ്മൾ കണ്ടത്. കാഴ്ച നമ്മൾ വണ്ടി ആ മൂലയ്ക്ക് വെച്ചിരുന്നത്. വണ്ടിക്ക് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാമറ സെറ്റാക്കിക്കൊണ്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഈ കറക്റ്റ് ഈ സ്പോട്ടിൽ ഈ സ്പോട്ടിലാണ് കണ്ടത്. ശരിക്കും ഉണ്ട്. ക്ലിയർ ആയിട്ട് നമ്മൾ കണ്ടോ? ക്ലിയർ ആയിട്ട് കണ്ടു. നല്ല ഹൈറ്റുള്ള രൂപം. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ മൂത്തൊഴിക്കാൻ വേണ്ടിട്ട് സിബ് തുറന്നപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ മുള്ളിപ്പോ ഞാൻ ഭാഗ്യോട്ടാ. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. പിടിച്ച് കിട്ടുന്നുണ്ടോ? ഐസ് വന്നിട്ട് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്നിട്ട് ഒരു ഭയങ്കര ഹൈറ്റുള്ള രൂപം, ഒരു പക്ക ഇരുണ്ട ബ്ലാക്ക് കളറിലെ പക്ക ഒരു ഹൈറ്റ്. ഇവിടെ ആൾറെഡി ഫുൾ ഇരുട്ടാണ്. ഈ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമറ നേരെ പിടിക്കുന്നു. ആ ഇരുട്ടിനെയും വന്നിട്ട് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറുത്ത കളറ്. എൻ്റെ പോലെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടത് നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ വലിച്ച് ചോടി കണ്ടിട്ടുണ്ടേ. അത് ശരിക്കും കണ്ടിട്ടോ ഞാൻ നല്ല രീതി മൂന്നും കണ്ടിട്ടില്ലേ?
ആ കേൾക്കുന്നുണ്ട് അമ്പോ സൗണ്ട് കേൾക്കുന്നുണ്ട്, മുകളിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ഒരു അമ്മയും കൂട്ടത്തെ. സത്യം പറഞ്ഞ ഇവിടെ ഈ ചീവിടിന്റെ മരിയന്റെ ഒക്കെ ശബ്ദമുണ്ട്. ഗായ്സ് ഇവിടെ വന്നിട്ട് രണ്ട് സൈഡും വന്നിട്ട് പുഞ്ചയാണ്. പുഞ്ച വെച്ചാൽ ഭയങ്കര നീളത്തിലുള്ള പുഞ്ചയാണ്. പട്ടി വരയ്ക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് ഈ സെയിം ഇതേപോലെ തന്നെയുള്ള ഒരു ലൊക്കേഷൻ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. കറക്റ്റ് ഈ സെയിം ലൊക്കേഷൻ, ഇത് കൂട്ടിണ്ടിരിക്കുക ലൊക്കേഷൻ വന്നിട്ട്. എനിക്കിത് ഇവിടെ വരുമ്പോൾ എനിക്ക് ആ സെയിം ഫീലാണ് വരുന്നത്. ആരും സംസാരിക്കുന്ന ഒച്ചിടുന്ന ശബ്ദമില്ല കേട്ടെ. അല്ല, ഒരുമാതിരി തൊണ്ട അടഞ്ഞിട്ട്. അതാ പറഞ്ഞേ തവളയാണ് ഇനി. തവളയൊന്നല്ല, തവള എന്തത്? തവള ഇങ്ങനെയാണ്. സൗണ്ട് ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ. കഴിച്ച് നിങ്ങൾ സൗണ്ട് ശ്രദ്ധിച്ച് കേട്ട് നോക്ക്. ചീവിൻ്റെ സൗണ്ട് കൂടെ തന്നെ വേറൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് തവളയും ഇതൊന്നും അല്ല. ആ ശബ്ദം കേട്ടാൽ നമുക്ക് മനസ്സിലാവൂലേ? അതല്ല, എന്തോ കാക്ക അത് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അതൊരു തൊണ്ട അടഞ്ഞുവിട്ട് സൗണ്ട് അല്ലേ? പിന്നെ പൊക്കോള രൂപമല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് സംഭവം എന്നുള്ളത്. ആ രൂപം തമ്മിലും ക്ലിയർ ആയിട്ടില്ല എനിക്ക്. ആ രൂപം തമ്മിലും ക്ലിയർ ആയിട്ടില്ല. എന്തോ ഒരു കാക്കയൊക്കെ ഈ സമയത്ത് കരയുന്നു. ഈ സമയത്ത് കാക്കൊക്കെ ഒരു വീട്ടിലായില്ല. ഈ സമയത്ത് കാക്കയൊന്നും വരുന്നില്ല ബ്രോ. എന്നാലും മുങ്ങ പോകാനൊന്നും ഇങ്ങനെ വെച്ചെടുക്കുന്നില്ല. പക്ഷെ ക്ലിയർ ആയിട്ട് നമ്മള് സംഭവത്തെ കണ്ടില്ലേ? നജീബ് കണ്ടില്ലേ? എന്താ ബ്രോ, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടതാ. ഞാൻ നജീബ് വിളിച്ചു കാണിച്ചു ബ്രോ, എന്ത് ബ്രോ നോക്കും ബ്രോ എന്ത് നിൽക്കുന്നെന്നുള്ളത്. അതത് നമ്മ വന്ന വരവിൽ തന്നെ അത് കാണാതെ മനസ്സിലാവാത്ത. ഞങ്ങൾ വലിച്ചു വെച്ച് ഓടുമായിരുന്നു. പിടിച്ചു. അതെ, ഞങ്ങൾ വന്നിട്ട് നന്നായിട്ട് സ്പീഡിൽ ഓടി വന്ന ആ ഒരു സ്ഥലത്ത്. ഇത് വന്നിട്ട് ഫുൾ റോഡാണ്, നല്ല രീതിയിൽ ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള റോഡാണ്. നല്ല രീതിയിൽ സ്പീഡിൽ ഓടി വന്നിട്ട് അവിടെ കാണാൻ പറ്റില്ല. ഉണ്ട് കേട്ടോ. ആരോ ഒച്ചെടുക്കണല്ലേ, ഒരു മെയിൽ വോയിസ്. ആരതെ? ഇങ്ങനെ എന്തോ ഒരു കൊരക്കിന് പിടിക്കുമ്പോ ഒരു ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ആ ഒരു ഒച്ച ക്ലിയർ ആയിട്ട് ഞാൻ കേട്ടിപ്പോ, നല്ല സെറ്റായിട്ട് കേട്ട്. എന്തോടെ നടക്കണേ? തുടങ്ങിയാലോ? എന്റെ പൊന്നെണ്ണ ആപ്പൊന്ന് ഓഫാക്കിയത് 24 മണിക്കൂർ ആ ആപ്പിനകത്ത്. ഏത് ആപ്പാന്ന് മനസ്സിലായി? നിന്റെ അത്യാവശ്യം എന്താ മനസ്സിലായി? ഇങ്ങോട്ട് പറയാം. ഈ ആപ്പ് വന്നിട്ട് ഈ ആപ്പ് ഈ പറയുന്നതിന്റെ അത്യാവശ്യം ആപ്പ്, ഇതിന്റെ കളർ വന്നിട്ട് റെഡ് കളർ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഗസ് ചെയ്യും. എന്റെ അണ്ണ നിർത്ത്. എവിടെ പോന്നറിയോ? ഇങ്ങോട്ടാ പോന്നെ? കപ്പൽ തുറക്കാൻ പോവല്ല, ഗോസ്റ്റ് എടുക്കാൻ പോവാൻ സമയമായി. നിർത്താ, ഞാൻ എടുത്തറിയോ? നിർത്ത്. എന്താ സമയമായി? നിർത്ത്, ഫോൺ നിർത്ത്. ഹായ് ഗായ്സ്, പുതിയൊരു ഗോസ്റ്റുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ആള് വേറെ മൂഡിലാണ്. ഇപ്പം നിങ്ങളെ ഫസ്റ്റ് ഫുട്ടേജ് കണ്ടു കാണും. വേറെ മൈൻഡ് സെറ്റിലാണ് നിൽക്കുകയാണ്. മിക്കവാറും ഇന്ന് എന്തെങ്കിലും നടക്കും. വേറെ പുതിയ ഗോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു അബണ്ടന്റ് റോഡ്, അല്ലെങ്കിൽ വന്നിട്ട് എന്താ പറയുക, ഒരാളൊഴിഞ്ഞ റോഡ് എങ്ങനെയാണെന്നും പറയാം. ആ റോഡിനെ കുറിച്ച് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം 32,000 സംതിങ് കടന്നിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ. സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന എല്ലാവരും തന്നെ. കൂടാതെ നമ്മുടെ വീഡിയോസ് വന്നിട്ട് കാണുന്ന 10ൽ 2 പേര് മാത്രമേ വീഡിയോ ലൈക്ക് ചെയ്യുന്നുള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എനിക്ക് വട്ടം ഉണ്ടായിട്ടല്ല. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ റീച്ച് ആകത്തുള്ളൂ. അത് വന്നിട്ട് ഞാൻ കാണിക്കാം. അത് എന്താ സംഭവം പ്രോപ്പറായിട്ട് പ്രൂഫ് സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ കാണിക്കാം. നിങ്ങൾ എത്ര ഒരു വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. 10 പേര് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരാളോ 2 പേരോ മാത്രമേ വീഡിയോ ലൈക്ക് ചെയ്യുന്നുള്ളൂ. സോ പ്ലീസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ റീച്ച് ആകത്തുള്ളൂ. വീണ്ടും പറയുക, റീച്ച് ആകത്തുള്ളൂ. പറ. അതന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക്
ലൈക്ക് ചെയ്യണം, ഫോൺ എടുത്ത് ആപ്പിൽ റൂം ബുക്ക് ചെയ്യണം, നമുക്ക് പോകണം. അത് എൻ്റെ മൈൻഡ് അത് വിട്ടേര്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും മാക്സിമം ലൈക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ വീഡിയോ റീച്ച് ആകത്തുള്ളൂ. സോ ഇപ്പം ഈ ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത ഇതോട്ട് സ്ഥലമുണ്ട്, നീ വേണം വന്ന് നോക്ക്, വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷനാണ് ഇത്. എന്നോട് പ്രോപ്പർ എക്സ്പ്ലോർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലമുണ്ട്, അവിടെ വന്നിട്ട് നൈറ്റ് ടൈം ചില ആക്ടിവിറ്റീസുകൾ എന്ന് എനിക്ക് പറയണമെന്ന് വിചാരിച്ചു. കാരണം അവനോട് പറഞ്ഞത് ചില 1-2 പേര് വന്നിട്ട് അവിടെ എൻ്റെ രൂപത്തെ കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. കൂടാതെ ആ റോഡിൽ വന്നിട്ട് പകൽ ടൈം വന്നിട്ട് ആ റോഡ് ഫുൾ ബിസി ആയിരിക്കും. നൈറ്റ് ടൈം ആയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ട് അതായത് 6 മണി 7 മണി 8 മണിക്ക് ഏകദേശം ഒരു 7 മണിക്ക് ശേഷം വന്നിട്ട് ആ റോഡിൽ ആരും പോകാറേ ഇല്ല എന്നാണ് ഇവനോട് പറയുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ ലൊക്കേഷനൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നജീബിനെ വിളിച്ചത്. ആക്ച്വലി ഒറ്റയ്ക്ക് പോകാനാണ് പ്ലാന്. സോ നജീബ് വന്നിട്ട് ഇവിടെ ഏതോ ഒരു പേഴ്സണൽ എന്തോ കാര്യത്തിന് വന്നിട്ട് വന്നായിരുന്നു. സോ എൻ്റെ ഹരിപ്പാട് നാട്ടിൽ അങ്ങനെ വന്നപ്പോൾ എന്നാ വന്നെ വാ, എന്തിനാ വന്നേന്ന് ചോദിച്ചിട്ട് ആൾ പറയുന്നില്ല എന്തിനാ വന്നേന്നുള്ളതൊന്നും. അത് പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല. പേഴ്സണൽ ഇതൊരു ലൊക്കേഷൻ ഉണ്ട്, നീ വന്നിട്ട് വേണേൽ ട്രൈ ചെയ്ത് നോക്ക് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. സോ നമുക്ക് പോയി നോക്കാം എവിടെ. അതായത് അവിടെ ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് റീസെൻ്റായിട്ട് വന്നിട്ട് ചില പല ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ സൂസൈഡുകൾ ഇതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ പോകുമ്പോഴാണ് ആ കറക്റ്റ് കാരണം അറിയാം. ഇപ്പോൾ പോകുന്ന കാരണമേ അറിയത്തില്ല. അവിടെ വന്നിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, കുറച്ച് പേര് വന്നിട്ട് അവിടെ പല രൂപത്തെയും കണ്ടിട്ടുണ്ട്. അതുകൂട്ട് രാത്രി സമയങ്ങളിൽ പോകാൻ ഭയപ്പെടുന്ന ഒരു അബൻഡൻ റോഡ്, അവിടെയാണ് നമ്മളിപ്പം എക്സ്പ്ലോർ ചെയ്യേണ്ടി പോകുന്നത്. റെഡിയല്ലേ? റെഡി, ഓൾവേസ് റെഡി. നജീബിൻ്റെ കാര്യം ചോദിച്ചപ്പോഴായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നജീബിനെ കുറച്ച് അതായത് നജീബിൻ്റെ സൗണ്ട് പോരാ, സൗണ്ടിൽ ഇറിറ്റേഷൻ വരുന്നുണ്ട് ബ്രോ. ഈ സൗണ്ടും കാര്യങ്ങളും ഒരുത്തൻ്റെ ലുക്ക് അവൻ്റെ കളർ ഇതൊക്കെ വന്നിട്ട് അവൻ്റെ ഐക്കണാണത്. അത് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സംസാരം എൻ്റെ ഐക്കണാണ്, അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതിനെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം അത് അവൻ്റെ സംഭവമല്ലേ, അതെങ്ങനെ നമുക്ക് മാറ്റാൻ പറയാൻ പറ്റും? ഇപ്പം അവന് പേടി തോന്നുന്നുണ്ടെങ്കിൽ ആ പേടി അവൻ്റെ റിയൽ ഇതാണ്, അത് നമുക്ക് എങ്ങനെ പേടി മാറ്റാൻ പറ്റും? ആ പേടിച്ചിട്ട് അലർന്ന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അല്ലെങ്കിൽ ആ സൗണ്ട് നിങ്ങൾക്ക് പേടി മാറ്റണം ബ്രോ എന്ന് പറഞ്ഞു, ഓക്കെ. അപ്പോൾ അവൻ്റെ സൗണ്ട് എനിക്ക് ഇറിറ്റേഷൻ വരുന്നു ബ്രോ എന്ന് പറയുന്നതൊക്കെ ന്യായമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും അല്ല, ചില കമൻറ്റ് കണ്ടായിരുന്നു, അത് പേഴ്സണലി വന്നിട്ട് കാണുന്ന ആൾക്ക് വന്നിട്ട് ചിലപ്പോൾ ഹാർട്ടാകും. സോ അതുപോലെ കമൻറ്റ് നിങ്ങൾ ഇടാതിരിക്കുക പ്ലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അല്ല ബ്രോ, പക്ഷെ അവനോട് പറഞ്ഞത് ഇത് എന്താ പറഞ്ഞത്? പുള്ളി എന്താ പറഞ്ഞത്? എന്താ ഇവിടെ സംഭവം, ഇൻസിഡന്റ് ഒന്നും അവനും അറിയത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നിട്ടും ഇല്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു അൺടൈം ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് വന്നിട്ട് പല രീതിയിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായിട്ട് പറയുന്നുണ്ട്. വേറൊരു സംശയ രീതിയിലുള്ള സംഭവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ഇതുകൂട്ട കാര്യങ്ങൾ വന്നിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് ഈ സ്ഥലം വന്ന് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, വേറെ ആരും അൺടൈം ഇതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പടച്ചുവിട്ട കഥകളാണെന്നും പറയപ്പെടുന്നുണ്ട്. ബട്ട് നമ്മുടെ കണ്ണിൽ ആരും മനുഷ്യന്മാർ കണ്ടിട്ട് പോലും ഇല്ല ഇതുവരെ. അതെ, ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വന്നിട്ട് ഞാൻ വന്നിട്ട് എല്ലാം ക്യാമറ എല്ലാം നജീബ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക ക്യാമറ എല്ലാം. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയപ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് വേണ്ടി എന്തോ ഒരു സംഭവം ഒരുമാതിരി ഇങ്ങനെ ചലകലന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര പിച്ച് ബ്ലാക്കിൽ ഇരുട്ടിലോ സംഭവം. ഒന്ന് നല്ല ഹൈറ്റിൽ നജീബ് ഞാനാണ് നജീബ് കാണിച്ചു കൊടുത്തത്. നജീബും കണ്ട് അത് ആ രൂപത്തെ കണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആരതെ? ഹലോ, ആരോ ജസ്റ്റ് ഒരു ഒച്ചെടുത്തോളത്തൊരു കേട്ടായിരുന്നു. ഇപ്പൊ ആ ഭാഗത്തുനിന്നാ. അവിടുന്ന് അതായത് മീൻസ് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ ഓ എന്നൊക്കെ പറഞ്ഞ ഒച്ചെടുക്കൂലേ, അങ്ങനത്തെ ഒരു വോയിസ് അതിപ്പോ ക്ലിയർ ആയിട്ട് ഞാൻ കേട്ട്, പക്കായിട്ട് കേട്ടേ. അവിടെ നിന്നാ കേട്ടെ. കേട്ടാ അവിടെ കൊണ്ട് കേട്ടെ ഒരുമാതിരി എന്തോ സൗണ്ട് ഒന്നുണ്ടോ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? അതെ, നമുക്ക് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു എന്താ പറയാ, ഇടക്ക് ഒരു രൂപം കണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുരക്കിണ്ടിരിക്കുമ്പോ ഒച്ചെടുക്കേണ്ട ഒരു അങ്ങനത്തെ ഒരു ഒച്ച കേട്ട് ഇപ്പൊ ഈ ഒരു ഒച്ച സൗണ്ട് ഇട്ടുണ്ടോ ഒരുമാതിരി?
ബ്രോ സൗണ്ട് കേൾക്കുന്നത് ഇവിടെ? നമുക്കൊരു പിടുത്തം അതെ, ആരും കാണുന്നില്ല ഇവിടെ. പക്ഷേ ഒറ്റ മനുഷ്യനില്ല ബ്രോ നോക്കട്ടോ, പാമ്പ് കാണും കേട്ടോ. ആകുന്നവരുടെ മനുഷ്യന്മാർ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരാളിവിടെ ഇല്ല. ഈ കഞ്ചാവടിയന്മാർ അവരെ പോലും കാണുന്നില്ല. അതെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും കാണണ്ടല്ലോ ബ്രോ നമ്മൾ ഈ സ്ഥലത്ത്. ഇവിടെ ഒരുത്തനെ നമ്മൾ കണ്ടില്ല ഇതുവരെയായിട്ട്. മൊത്തത്തിലെന്തോ ആരും ഇല്ല ബ്രോ ഇവിടെ ഒന്നും. ആരും ഇല്ല ഇവിടെ ഒന്നും. അല്ലാതെ വണ്ടിയൊക്കെ ഉണ്ടാവും. സത്യം പറയാം, ഇവിടെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന മറ്റേ ചീവിന് ശബ്ദം, അല്ലാതെ വേറെ ഒന്നും മര്യാദക്ക് കേൾക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചീവിന് ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു മൂളല് കേട്ടോ. തവളയുടെ സൗണ്ട് എന്ന് തോന്നുന്നു. അല്ല ബ്രോ, തവളയല്ല. ഇങ്ങനത്തെ ഒരു ഇത് തവള ഉണ്ടാക്കാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഹലോ ബ്രോ, എന്താ ബ്രോ അയാളെ ഇപ്പൊ ശരിക്കും നിങ്ങത് ഇത് എല്ലാ പുൽച്ചാടിയാണ് ചാടിയായിരിക്കും ബ്രോ. മൊത്തം കാടല്ലേ, പുഞ്ചയല്ലേ. എന്റെ പൊന്നെ, എന്താ നടക്കണ ഒന്നും പിടിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഈ മരം നോക്കി കണ്ടെന്നെ പേടിയാ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ.